ഹൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഈ പാലക്കാടൻ ചൂടെന്ന് കുറയ്ക്കാനായിട്ട് നമുക്ക് കടലിൻ്റെ അടിത്തട്ടിലോട്ട് പോയാലോ? ആദ്യം കുറച്ച് കാട്ടുകാഴ്ചയൊക്കെ കണ്ടുപോകാം അല്ലേ. ആന, കുതിര, പാണ്ട, കടുവ അന്നങ്ങനെ കുറേ മൃഗങ്ങളുണ്ടായിരുന്നേ. പിന്നെ നമ്മളെല്ലാം നോക്കിയിരിക്കുന്ന മൂങ്ങ, തലയാട്ടുന്ന ജിറാഫ്, അങ്ങനെ പോയി കഴിഞ്ഞാൽ ഗോറില്ല വരെയുണ്ട്. ഇനി നമുക്ക് കുറച്ച് കടൽ കാഴ്ച കാണാമല്ലേ. നല്ല ഭംഗിയുള്ള മീനുകൾ, ഡിഫറെൻറ്റ് പാറ്റേണിലുള്ള കളർഫുള്ളായിട്ടുള്ള മീനുകൾ, വട്ടത്തിലും നീളത്തിലും പരന്നും അങ്ങനെ ഡിഫറെൻറ്റ് ഷേപ്പിലുള്ള കുറേ മീനുകളെ കാണാവേ. കുറേ എണ്ണമൊക്കെ കൂട്ടമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. കുറേ എണ്ണമൊക്കെ ഒറ്റയ്ക്ക് ആരെയും മൈൻഡ് ചെയ്യാതെ സഞ്ചരിക്കുന്നത് കാണാം കേട്ടോ. ഈ കാഴ്ചകളൊക്കെ ഉള്ളത് പാലക്കാട് ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിൽ നടക്കുന്ന അക്വാ ഫെസ്റ്റിലെ കാഴ്ചകളാണ് കേട്ടോ. ഏപ്രിൽ 15 വരെ ഇതിൻ്റെ ഡേറ്റ് നീട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഫെസ്റ്റ് കാണാൻ പോകാത്തവരുണ്ടെങ്കിൽ വേഗം പോയിക്കോളൂ കേട്ടോ. ഇതിപ്പോൾ 2-3 ദിവസവും കൂടെ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് സ്കൂബ ഡൈവ് ചെയ്യുന്നൊരു പേഴ്സണെ കണ്ടത്. ഈ പേഴ്സൺ നമ്മളോട് ഹായൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതുപോലെ കൈവച്ച് കുറച്ച് മായാജാലങ്ങളൊക്കെ കാണിച്ച് വെള്ളത്തിൽ കുറേ ബബിൾസൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. പല ഷേപ്പിലുള്ള ബബിൾസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇനി കുറച്ച് അലങ്കാര മത്സ്യങ്ങളെ കാണാം. അലങ്കാര മത്സ്യങ്ങൾ പൊതുവേ നല്ല ഭംഗിയാണല്ലോ കാണാൻ. ഇവിടെ കുറച്ചുകൂടെ ഭംഗി കൂടുന്ന പോലെ തോന്നി കേട്ടോ. ഇനി അതും കഴിഞ്ഞ് കഴിഞ്ഞാലോ കുറേ വലിയ മീനുകളെ കാണാം കേട്ടോ. കുട്ടികൾ നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ഇതെല്ലാം കേട്ടോ. കുട്ടികൾ മാത്രമല്ല, വലിയവരും ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. വലിയ മീനുകൾ കേട്ടോ, കടലിൻ്റെ അടുത്തട്ടിൽ മാത്രം കണ്ടുവരുന്ന വലിയ മീനുകളെയൊക്കെ കാണാം കേട്ടോ. ഇതിൻ്റെയൊക്കെ ഷേപ്പും ഇതിൻ്റെ പാറ്റേൺസും ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഈ മീനുകൾ മാത്രമല്ല കേട്ടോ, 360 സെൽഫി ബൂത്തൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു അവസരം കൂടി അവർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. നമുക്കിനി അതും കൂടെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് പോകാവേ. 360 സെൽഫി ബൂത്ത് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 മത്സ്യകന്യകമാരും കൂടിയുണ്ട് കേട്ടോ. നമുക്ക് മത്സ്യകന്യകമാരുടെ അടുത്ത് ഹായ് ബൈ ഒക്കെ പറഞ്ഞ് നമുക്കിങ്ങനെ അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കടൽ കാഴ്ചയൊക്കെ അവസാനിച്ചു. ഇനി നമുക്ക് ഇത്രയും നടന്നതിൻ്റെ ക്ഷീണം അകറ്റാനായിട്ട് ഒരു ഫുഡ് കോർട്ട് ഒരുക്കിയിട്ടുണ്ട്. നല്ല ഒത്തിരി വിവിധങ്ങളായ കുറേ ഫുഡുകളുള്ള ഒരു ഫുഡ് കോർട്ട്. ഇനി അതും കഴിച്ച് നമുക്ക് കുറേ ഗെയിമൊക്കെ കളിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോകാം.